ഗൈസ്, എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് NVA ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ടാണ് വേക്കൻസി വരുന്നത്. വേരിയസ് എയർപോർട്ട്സിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമാണിത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് വെറും +2 മാത്രമാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ്. സാലറി റേഞ്ച് വരുന്നത് 13,000 മുതൽ 25,000 വരെയാണ് അപ്രോക്സിമേറ്റ് സാലറി പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 4,787 വേക്കൻസി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വേക്കൻസി ആണ് ഉള്ളത്. ഇനി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അഥവാ ഇതിന്റെ ജസ്റ്റ് നമ്മൾ എക്സാം മാത്രം പാസ്സായാൽ മതിയാവില്ല. എക്സാം അതുപോലെ തന്നെ അതിനുശേഷം ഇന്റർവ്യൂ, അതിനുശേഷം ഒരു ട്രെയിനിങ് ഇവർ പറയുന്നുണ്ട്. ഒരു ട്രെയിനിങ്ങിന്റെയും കൂടി നോട്ടിഫിക്കേഷൻ ആണിത്. നമുക്ക് ഫസ്റ്റ് ജോലിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ജോലി കിട്ടും, പക്ഷേ ട്രെയിനിങ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുക. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ട്രെയിനിങ്ങിന് ക്യാഷ് വേണോ വേണ്ടേ, അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കതിന്റെ ഡീറ്റെയിലോട്ട് പോവാം. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു ഐഡന്റിറ്റി പ്രൂഫായിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അതിന്റെ സെമസ്റ്ററിന്റെ ലാസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്ക് ഷീറ്റോ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, ഇമെയിൽ, മൊബൈൽ നമ്പർ, സാധാരണ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് വേണം. അതേപോലെ തന്നെ നമ്മുടെ സ്കാൻഡ് ഇമേജ് JPG ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം. സോ ഇതൊക്കെയാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളും കിട്ടും. അത് വഴി നമുക്ക് ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഫീ പറയാം. എക്സാമിനേഷൻ ഫീ വരുന്നത് 400 രൂപയാണ് എക്സാമിനേഷൻ ഫീ വരുന്നത്. ഇതിന്റെ എക്സാമിനേഷൻ ഫീ 400 രൂപയാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് തന്നെയാണ് ഇതിന്റെ എക്സാമിനേഷൻ ഫീ അടക്കേണ്ടത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നാഷണാലിറ്റി ഇന്ത്യൻ റെസിഡൻസ് ആവണം. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സിന്റെയും അതേപോലെ തന്നെ 27 വയസ്സിന്റെയും ഇടയിലുള്ളവർക്കാണ് ഇതിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ ക്രിമിനൽ റെക്കോർഡ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞു +2 ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 20-ാം തീയതി ആയിരുന്നു, ജനുവരി 20-നായിരുന്നു. പക്ഷെ അത് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂൺ 30-ാം തീയതി വരെയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷന്റെ ഡേറ്റും കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. മോഡ് ഓഫ് എക്സാമിനേഷൻ ഓഫ്ലൈൻ ആയിട്ടാണ് അല്ലെങ്കിൽ CBT ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ സിലബസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇന്റലിജൻസ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25, ജനറൽ ഇംഗ്ലീഷ് 25, ജനറൽ അവയർനെസ് 25, ഇങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിലോട്ട്. സിലബസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മിനിമം ക്വാളിഫൈ ചെയ്യേണ്ടത് നമുക്ക് എക്സാമിനേഷന് 30% മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മീഡിയം ഓഫ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സെന്റർ ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. കേരളത്തിൽ സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ ഏകദേശം ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം എല്ലായിടത്തും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഡ്രസ് കോഡ് ഓഫ് എക്സാമിനേഷൻ ഇവർ പറയുന്നുണ്ട്. ലൈറ്റ് ക്ലോത്തിങ് ആയിരിക്കണം, ഹാഫ് സ്ലീവ്സ് ഓർ നോട്ട് ഹാവിംഗ് ബിഗ് ബട്ടൺ, ഇതൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള ഡ്രസ് ഒന്നും ഇടാൻ പാടില്ല എക്സാമിനേഷന്റെ സമയത്ത് തന്നെ. അതേപോലെ തന്നെ ഷൂസ് അലൗഡ് അല്ല. സ്ലിപ്പേഴ്സ്, സാൻഡിൽസ്, ലോ ഹീൽസ് ഉള്ള ചെരുപ്പാണ് ഇടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ ഓഫ് ട്രെയിനിങ് പറയുന്നുണ്ട്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞു റിട്ടൺ ടെസ്റ്റും അതേപോലെ തന്നെ ഇന്റർവ്യൂ പാസ്സായാലും നമ്മൾക്ക് പിന്നെ ഒരു ട്രെയിനിങ് കൂടി കംപ്ലീറ്റ് ചെയ്യണം. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ജോലിയിലോട്ട് അവർ പ്രിഫർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ജോലി എങ്ങനെയാണ്, എവിടേക്കാണ് കിട്ടുക, അങ്ങനത്തെ അതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളമൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിക്കുക. എന്നിട്ട് മാത്രം ഇതിലോട്ട് അപ്ലൈ ചെയ്യുക.
ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇല്ല കോൺടാക്ട് ഡീറ്റെയിൽസ് വഴിയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്വേഷിച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. മിനിമം ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ് പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു 30% മാർക്ക് എക്സാമിനേഷനിൽ ഉണ്ടായിരിക്കണം. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ ഫോർ ട്രെയിനിങ്, ഇവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ശ്രദ്ധിക്കുക. നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ ഇന്റർവ്യൂ പാസ് ആയാൽ മാത്രമേ ട്രെയിനിങ്ങിന് എലിജിബിൾ ആയിരിക്കുള്ളൂ. ട്രെയിനിങ് ഫീസ് പേയബിൾ ബൈ ദ കാൻഡിഡേറ്റ്സ്, ട്രെയിനിങ്ങിന് എത്രയാണോ ക്യാഷ് ആവുന്നത് അത് നമ്മൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ട്രെയിനിങ്ങിനൊക്കെ എത്ര നല്ല എമൗണ്ട് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. ട്രെയിനിങ് മാൻഡേറ്ററി ആണ് ഈ ഒരു എയർപോർട്ടിൽ ജോലി കിട്ടാൻ എന്നിവർ പറയുന്നുണ്ട്. അപ്പോൾ വേക്കൻസി കുറെ ഉണ്ടെങ്കിലും ഇനി ഇത് ട്രെയിനിങ്ങിന് ആളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കുക. അതോ ജോബിന്റെ എവിടേക്കാണ് എത്രത്തോളം ഒഴിവുണ്ടെന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. സോ അതിന്റെ സാലറി റേഞ്ച് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 13,000 മുതൽ 25,000 വരെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ അഥവാ ഇത് ഇന്റർവ്യൂ കാര്യങ്ങളും അതേപോലെ തന്നെ ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്, കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. സോ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, പറ്റുന്നവർ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് കണ്ടന്റ്സ് ആയിട്ട് ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.